Hallo, guten Abend. Mein Name ist Geoffrey Varghese Chediangattat. Ich komme aus Indien. Ich bin arbeite als Krankenpfleger. So today we are discussing about nominative articles. Okay, നമുക്ക് മെയിനായിട്ട് നോമിനാറ്റീവിൽ ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് വരുന്നത്? ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ വരുന്നുണ്ട്, ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ വരുന്നുണ്ട്, നെഗേഷൻ ആർട്ടിക്കിൾ വരുന്നുണ്ട്, പിന്നെ പൊസസീവ് ആർട്ടിക്കിൾ വരുന്നുണ്ട്. സോ നമ്മുടെ നോമിനാറ്റീവ് ആർട്ടിക്കിൾസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ ദേർ, ദി, ദസ്, ദി. ദേർ, ദി, ദസ്, ദി എന്നാണ് നോമിനാറ്റീവ് ആർട്ടിക്കിൾസിന് പറയുന്നത്. നോമിനാറ്റീവ് ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബെസ്റ്റിംറ്റ് ആർട്ടിക്കിളാണ് ദേർ, ദി, ദസ്, ദി. ദേർ എന്ന മസ്കുലിൻ, ദി എന്ന ഫെമിനിൻ, ദസ് എന്ന നോയിട്രം, പിന്നെ എന്താണ് ദി, അത് പ്ലൂറൽ. ഓക്കെ, പിന്നെ ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ. ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐൻ, ഐനെ, ഐൻ. ഐൻ എന്ന് പറഞ്ഞ മസ്കുലിനാണ്, ഐനെ എന്ന് പറഞ്ഞ ഫെമിനാണ്, ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോയിട്രാണ്, പിന്നെ പ്ലൂറലില്ല. ഓക്കെ, അതാണ് ബെസ്റ്റിംറ്റ് ആർട്ടിക്കിൾ. പിന്നെ നെഗേഷൻ ആർട്ടിക്കിൾ. ഒരു സെൻറ്റൻസിനെ നമുക്ക് നെഗറ്റീവായിട്ട് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന നോട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന നോ, ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതാണ് കൈൻ, കൈനെ, കൈൻ. ഓക്കെ, കൈൻ, കൈനെ, കൈൻ, കൈനെ. മസ്കുലിനാണെങ്കിൽ നമ്മൾ കൈൻ എന്ന് പറയുന്നു, ഫെമിനാണെങ്കിൽ കൈനെ എന്ന് പറയുന്നു, നോയിട്രാണെങ്കിൽ കൈൻ എന്ന് പറയുന്നു, പ്ലൂറലാണെങ്കിൽ കൈൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് പൊസസീവ് ആർട്ടിക്കിൾ നോക്കാം. പൊസസീവ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ് നമ്മൾ ഇവരെ യൂസ് ചെയ്യുകയാണെങ്കിൽ മൈൻ എന്ന് പറയുന്നു. മസ്കുലിനാണെങ്കിൽ മൈൻ, മൈനെ, മൈൻ, മൈനെ. മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈ, എൻ്റെ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ദൈൻ, ദൈനെ, ദൈൻ, ദൈനെ. സൈൻ, സൈനെ, സൈൻ, സൈനെ. ഇയർ, ഇയറെ, ഇയർ, ഇയറെ. സൈൻ, സൈനെ, സൈൻ, സൈനെ. ഉൻസർ, ഉൻസറെ, ഉൻസർ, ഉൻസറെ. ഒയർ, ഒയറെ, ഒയർ, ഒയറെ. ഇയർ, ഇയറെ, ഇയർ, ഇയറെ. ഇതാണ് നമ്മൾ പൊസസീവ് ആർട്ടിക്കിൾസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ്. ദൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ, യുവർ. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിസ്, അവൻ്റെ എന്ന് പറഞ്ഞ അർത്ഥമാണ് സൈൻ. ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർ, അവളുടെ. പിന്നെ മൂന്നാമത്തെ സൈൻ, അതായത് എസിൻ്റെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ്, അവൻ, അതിൻ്റെ. ഓക്കെ, ആ സൈൻ ഏതാണ്? സൈൻ, സൈനെ, സൈൻ, സൈനെ എന്ന് പറയുമ്പോൾ അതിൻ്റെ, ആ ഒരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഉൻസ് എന്ന് പറഞ്ഞാൽ അവർ,